നമുക്കിപ്പോൾ ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര കഴിക്കുന്നത് ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്യാറുള്ളത്. നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 5 ഗ്രാം ഷുഗർ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കിട്ടുന്നതാണ്, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടാൻ പോകുന്നതാണ് മാങ്ങ. അതിലും നാച്ചുറൽ ഷുഗർ ആണ് അടങ്ങിയിരിക്കുന്നതെന്നുണ്ടെങ്കിലും 40 to 46 ഗ്രാംസ് ഓഫ് ഷുഗർ ആണ് അതിലുള്ളത്. ഇപ്പം നമ്മൾ ഷുഗർ ഉള്ള ആളുകൾ വൈകുന്നേരങ്ങളിൽ ചപ്പാത്തി കഴിക്കാറുണ്ട്. ഈ ചപ്പാത്തിയിലും ഒരു 15 ഗ്രാംസ് ഓഫ് ഷുഗർ അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അരിയാണെങ്കിലും ഗോതമ്പാണെന്നുണ്ടെങ്കിലും കഴിക്കുന്നതിൻ്റെ അളവാണ് കുറയ്ക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. അരിയുടെ ഭക്ഷണം കഴിച്ചാലും ഗോതമ്പിൻ്റെ ഭക്ഷണം കഴിച്ചാലും ഇനി ഓട്സ് എന്തെടുത്താലും അളവ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതേപോലെ തന്നെയുള്ള ഒരു പ്രോബ്ലമാണ് വെള്ളം കൂടി കുറഞ്ഞാലും ഉണ്ടാകുന്നത്. കിഡ്നി സ്റ്റോൺ, കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലംസ്, യൂറിൻ ഇൻഫെക്ഷൻ, നമ്മുടെ സ്കിന്നൊക്കെ വരണ്ടുണങ്ങുന്ന അവസ്ഥ, നമുക്ക് ഒരു ഉന്മേഷമൊന്നും ഇല്ലാതെ നമുക്ക് തലവേദനിക്കുന്ന അവസ്ഥ, ഇതെല്ലാം നമ്മൾ വിളിച്ചു വരുത്തുന്നത് തന്നെയാണ്. കാരണം വെള്ളം ദൈവത്തിന്റെ വരദാനമാണെന്ന് നമ്മളും പറയാറുണ്ട്, നമ്മുടെ അടുത്തും ആളുകൾ പറയാറുണ്ട്. ഈ വെള്ളം നമ്മൾ കറക്റ്റായിട്ട് കുടിക്കാതെ പകരം ഈ അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ മരുന്ന് വാങ്ങി കഴിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തന്നെ വിളിച്ചു വരുത്തുന്ന ഈ അസുഖങ്ങളെ നമ്മൾ തന്നെ ഇല്ലാതാക്കാനായിട്ടും ശ്രദ്ധിക്കുക.